അല്ല, PF3യുമായി ബന്ധപ്പെട്ട് ക്യാബിനറ്റ് ഡിസ്കസ് ചെയ്താണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 3 പേരെ 3 മന്ത്രിമാരെ ഉപസമിതിയായി വെച്ച് അവരുടെ റിപ്പോർട്ട് ലഭ്യമായി കഴിഞ്ഞാൽ നടപടിയെടുക്കുമെന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുമെന്നുള്ളതാണ് മന്ത്രിസഭയുടെ ഭാഗത്തു നിന്നുള്ള തീരുമാനം. ഇന്നലെ UDF-മായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്ന കാര്യങ്ങളെക്കുറിച്ച് പത്രങ്ങളിൽ വന്ന വിവരങ്ങൾക്കപ്പുറത്തും എൻ്റെ അടുത്ത് വിവരമില്ല. പക്ഷേ ഇതാണ് ഗവൺമെന്റിന് മുന്നിലുള്ളത്. ഉപസമിതി വെച്ചിട്ടുണ്ട്. ആ ഉപസമിതി അവരെ എല്ലാ വിഭാഗം ആളുകളുമായി ചർച്ച ചെയ്ത് ഗവൺമെന്റിൽ മന്ത്രിസഭയിൽ ആ അഭിപ്രായം വയ്ക്കും. അതിനുശേഷമായിരിക്കും ഏത് തീരുമാനം എടുക്കുക. അത്രേ ഇപ്പം അതിനെക്കുറിച്ച് പറയുന്നത്. UDF അതിശക്തമായി എതിർത്തൊരു പ്രോജക്റ്റാണ് PM3 പദ്ധതി. അതുകൊണ്ട് തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകുമോ എന്നാണ് പ്രധാനപ്പെട്ട. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ എല്ലാ നടപടിക്രമങ്ങളും ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്ത് പൂർത്തീകരിച്ച ഒന്നാണ്. എങ്കിൽ പോലും ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യ മന്ത്രിസഭാ യോഗവുമായി ബന്ധപ്പെട്ട തുടർ മന്ത്രിസഭകളിലും ഇക്കാര്യം ചർച്ച ചെയ്തു. അതുകൊണ്ട് ഇതങ്ങ് നേരിട്ട് ഗവൺമെന്റ് LDF ഗവൺമെന്റ് ഒപ്പുവെച്ച തീരുമാനമാണ്. അതുകൊണ്ട് മുന്നോട്ട് പോകാം എന്ന തീരുമാനമല്ല എടുത്തത്. PM3യുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എവിടെ നിൽക്കുന്നു, കഴിഞ്ഞ ഗവൺമെന്റ് ഒപ്പിട്ട കാര്യങ്ങൾ, അവരുടെ കേന്ദ്ര ഗവൺമെന്റ് നൽകിയ ഉറപ്പ്, അതുപോലത്തെ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് പരിശോധിക്കുവാനും അതോടൊപ്പം തന്നെ PM3യുമായി മുന്നോട്ട് പോകണോ വേണ്ടേ എന്നുള്ള അന്വേഷണത്തിന് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ആരായുന്നതിന് വേണ്ടിയാണ് ഒരു ഉപസമിതിയെ വെച്ചത്. ആ ഉപസമിതി റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഗവൺമെന്റ് തീരുമാനിക്കും. അതിനു മുമ്പ് ധൃതി കാണിക്കേണ്ട കാര്യമില്ല. ബാക്കി കാര്യങ്ങൾ അല്ല, ഉപസമിതി തീരുമാനിക്കണം. ഉപസമിതിയെ വെച്ച് കഴിഞ്ഞാൽ റിപ്പോർട്ട് വരണമല്ലോ. സ്വാഭാവികമായിട്ട് റിപ്പോർട്ട് ക്യാബിനറ്റിലേക്ക് വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ ഫൈനൽ ഡിസിഷൻ എടുക്കും. PM3 എന്ന സംസ്ഥാനങ്ങൾക്ക് പിന്മാറുന്നതിൽ യാതൊരു കുഴപ്പമില്ലെന്നാണ് ഇന്നും കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന ഒരു മറുപടി. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നേരത്തെയുള്ള UDF ധാരണയ്ക്കനുസരിച്ച് പിന്മാറാവുന്നതല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ചോദിക്കാം, ഞങ്ങൾ എടുക്കേണ്ട എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് ഞങ്ങൾ പല രീതിയിലും ചർച്ച ചെയ്ത് ഒരു 3-അംഗ ഉപസമിതിയെ വെച്ചത്. അപ്പോൾ ഉപസമിതി റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് എനിക്കതിനെക്കുറിച്ച് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് ആ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞ് പഠിച്ചതിന് ശേഷം ക്യാബിനറ്റ് ഡിസിഷൻ എടുക്കും. ആ ക്യാബിനറ്റ് ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് സംഘടനാപരമായ പാർട്ടി ചർച്ചകളും മുന്നണി ചർച്ചകളും ഒക്കെ നടക്കും. UDF മുന്നേ പറഞ്ഞത് LDF ആണ് ഇത്തരം പദ്ധതിയുമായി ഒപ്പിട്ടത്, അതുകൊണ്ട് പിൻവലിക്കാൻ പറ്റില്ല, മുന്നോട്ട് പോകുമെന്നാണ്. പക്ഷേ കേന്ദ്രത്തിൽ ഇപ്പോൾ അബ്ദുൾ വഹാബിന് കേന്ദ്രം അത്രയും നൽകിയത് പിൻവലിക്കാൻ താല്പര്യമുള്ള സംസ്ഥാനത്തിന് മാത്രം ചേർന്നാൽ മതിയെന്നാണ്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഒക്ടോബറിലാണെന്ന് തോന്നുന്നു ഒപ്പുവെച്ചത്. MOU ഒപ്പുവെച്ചു. അതുമായി ബന്ധപ്പെട്ട് ആ ഒരു ധാരണ ഇപ്പോൾ നിൽക്കുകയാണ്. അത് മുന്നോട്ട് പോകണോ വേണ്ടയോ, അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങളിൽ ഇപ്പോഴുള്ള അനുകൂല തീരുമാനം എടുക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉപസമിതി വന്നതിന് ശേഷം ഞങ്ങൾ തീരുമാനിക്കും. വേണ്ട എന്ന റിപ്പോർട്ടിങ് ഞങ്ങൾ വേണ്ട തീരുമാനിക്കും. ഞങ്ങൾക്ക് വ്യക്തമായിട്ട് PM3 പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ചില അഭിപ്രായങ്ങൾ മുമ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് മാറിയിട്ടില്ല. അതുമായി റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്ത് നിങ്ങൾ അറിയിക്കും. അതിനകത്ത് ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ ഒന്നും ആയിട്ടില്ല. റിപ്പോർട്ട് വരട്ടെ. ഈ പുതുശ്ശേരി സാനിറ്ററി ലാൻഡ്ഫില്ലിംഗ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് മന്ത്രി K. രാജൻ നിയമസഭയിൽ പറഞ്ഞിരുന്നു. അതായത് ഇത് നെഗോഷ്യബിൾ പർച്ചേസ് ആക്ട് പ്രകാരം ഭൂമി ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന് ഉത്തരവുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇടയ്ക്കാണ് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള സംഘം അവിടെ എത്തുകയും ഈ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടിയൊക്കെ ആരംഭിച്ചത്. അപ്പോൾ ആ തീരുമാനം റദ്ദാക്കുക അല്ല, ഞാൻ അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകം പരിശോധിച്ച് എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ഇന്ന് ജില്ലാ കളക്ടറേറ്റിൽ മീറ്റിംഗ് ഉണ്ട്. തീർച്ചയായിട്ടും ആ കാര്യത്തിന്റെ ഇപ്പോഴത്തെ സാഹചര്യം അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പരിശോധിച്ചതിന് ശേഷം നമുക്കതിൽ പറയാം. ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കൂടുതൽ കരാർ ജീവനക്കാരെ പിരിച്ചുവിടുന്നു. അപ്പോൾ അതൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. നാളെ മുതൽ കരാറെ ഒഴിവാക്കുക. ഇന്ന് പല മാധ്യമങ്ങളിലും വന്നത് ഡിജിറ്റൽ സർവേ ഗവൺമെന്റ് നിർത്തിവെക്കുന്നു എന്നുള്ളതാണ്. ഡിജിറ്റൽ സർവേ നടപടികൾ ഗവൺമെന്റ് നിർത്തിവെക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 2800-ലധികം കരാർ തൊഴിലാളികളെ സർവേയർമാരെയും ഹെൽപ്പർമാരെയും കഴിഞ്ഞ ഗവൺമെന്റ് വെച്ചിരുന്നു. അപ്പം അത് ഒരു പുനഃക്രമീകരണത്തിന് വേണ്ടി താൽക്കാലികമായിട്ട് അവരുടെ സേവനം വേണ്ട എന്ന് വെച്ചിട്ടുണ്ട്. അതിനർത്ഥം ഈ പദ്ധതി നിർത്തിവെച്ചു എന്നല്ല. സ്വാഭാവികമായി ഈ പദ്ധതി ഏറ്റവും പ്രധാനപ്പെട്ട നല്ല പദ്ധതിയാണ്. അതുമായി മുന്നോട്ട് പോകും. 100 ദിന കർമ്മ പരിപാടിയിൽ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. അതിനാവശ്യമായ ജീവനക്കാരെ നിലനിർത്തിക്കൊണ്ടായിരിക്കും ഇപ്പോഴുള്ള പുനഃക്രമീകരണം നടത്തുന്നത്. ഇപ്പോൾ ഫണ്ടിൻ്റെതായ ചില അപര്യാപ്തതയും കൂടി ഉണ്ട്. ശമ്പളം കൊടുക്കുന്ന കാര്യത്തിൽ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത്
പ്രത്യേകിച്ച് ആർകെയുടെ ഭാഗമായിട്ടാണ് വെച്ചിരുന്നത്. പിന്നീട് അതിന് ഫണ്ട് കഴിഞ്ഞ ഗവൺമെൻറ് നീക്കി വെച്ചിരുന്നില്ല. അപ്പോൾ എന്നിരുന്നാലും 4 മാസക്കാലം ശമ്പളം കൊടുക്കേണ്ട സാഹചര്യമുണ്ട്. 1 മാസത്തെ ശമ്പളം ഇതിനകം കഴിഞ്ഞ 22-ാം തീയതി അതിനുവേണ്ടി റിലീസ് ചെയ്തു. ഉടൻ തന്നെ അവരുടെ കൈകളിലെത്തും. ബാക്കി അവർക്ക് ലഭിക്കേണ്ട ശമ്പളം പൂർണ്ണമായും 1 രൂപ പോലും കുറയാതെ അവർക്ക് എത്തിക്കും. മാത്രമല്ല ഈ പദ്ധതി ഏറ്റവും ശക്തമായ രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യും.